പൊങ്കൽ പ്രമാണിച്ച് ഇന്ന് പാലക്കാട് ജില്ലയ്ക്ക് മൊത്തം അവധിയാണ്. അതായത് ഞാനും അമ്മയും ഇന്ന് ഫുൾ ഫ്രീ ആയിട്ട് വീട്ടിലുണ്ട്. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഫ്രീ അല്ല, നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അമ്മയും ഞാനും കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എണ്ണ തേച്ച് കുളിക്കുക. അതും അമ്മ എണ്ണ തേച്ച് തരാണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. അമ്മ അടിപൊളിയായിട്ട് ഹെഡ് മസാജൊക്കെ ചെയ്ത് എണ്ണയൊക്കെ തേച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിക്കാൻ പോകുമ്പോഴാട്ടോ അമ്മ ഏതോ ഒരു ഗെയിം കളിക്കുന്നത് കണ്ടത്. എനിക്കാണെങ്കിൽ എൻ്റെ ഫോണിൽ ഗെയിം ഒന്നും ഡൗൺലോഡ് ചെയ്തേക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിച്ച് നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു. എന്നാലും ഞാൻ സമയം കളയാണ്ട് വേഗം പോയി കുളിച്ചിട്ട് വന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം പരിപാടികളുണ്ട്. ഒഴിവ് ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്തായാലും ടെൻഷൻ അടിക്കേണ്ടി വരാറില്ല. എനിക്ക് നല്ല B.Ed പഠിക്കുന്ന ആർക്കും ടെൻഷൻ അടിക്കേണ്ടി വരാറില്ല. കാരണം ഒരുപാട് പണി നമുക്ക് ഉണ്ടാവും. അസൈൻമെൻറ്റ്സ്, റെക്കോർഡുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ആയുധമൊക്കെ എടുത്തിട്ട് വന്നിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമുക്കിന്ന് B.Edനെ കുറിച്ച് സംസാരിക്കാമല്ലേ. ഓൾറെഡി തന്നെ കുറച്ച് സ്ട്രെസ്സുള്ള കോഴ്സാണ് B.Ed. ഇനി അത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടാവും. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ്, കോളേജ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ഇനി ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സ്കൂൾ നന്നല്ലെങ്കിൽ അത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സ്ട്രെസ് കൂട്ടും. പിന്നെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. കുറച്ച് സ്മൂത്ത് ആയിട്ടെങ്കിലും നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് കമ്പനി ഉണ്ടാക്കാൻ എന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. പിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കണ്ണടച്ച സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന മൊമെന്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കുറച്ച് എനർജി കിട്ടും. പിന്നെ എനർജി കളയാണ്ട് വേഗം പോയിട്ട് അടുത്ത 2 വർക്കും കൂടെ ചെയ്യാം. ഈ അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അതായത് നല്ല സ്ട്രെസ് വരുമ്പോൾ എനിക്ക് വർക്ക് തീർക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, ഫ്രസ്ട്രേഷൻ ആവും, അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ B.Ed എടുക്കുന്നതിന് മുന്നേ ഒരു 3, 4, 5, 6 പ്രാവശ്യം ചിന്തിക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ കോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആകെ അറിയാവുന്ന പണിയും കുറച്ച് ഇഷ്ടമുള്ള പണിയും ടീച്ചിങ് ആണ്. അതുകൊണ്ടാണ്. ഇതിനർത്ഥം B.Ed അത്ര മോശം കോഴ്സാണെന്നൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആലോചിച്ചിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ.